വയനാട് ടൂറിസത്തെയും കേരളത്തിലെ ടൂറിസത്തെയും ലോകത്തിനാകെ പടർത്താൻ ഒരു മാസ് ക്യാമ്പയിൻ ഈ സെപ്റ്റംബർ മാസം നമ്മൾ നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മലയാളിയുടെ മാനസിക ഐക്യം ലോകപ്രസിദ്ധമാണ്. മഹാപ്രളയത്തിൽ നമ്മളത് കണ്ടതാണ്, കോവിഡിൽ നമ്മളത് കണ്ടതാണ്, ഇപ്പോൾ ചൂരൽമല ദുരന്തത്തിലും നമ്മളത് കണ്ടു. ഈ ഗവൺമെൻറ് വന്ന ഉടനെ ഏറ്റവും അധികം ഫോക്കസ് ചെയ്തൊരു ജില്ല വയനാടായിരുന്നു. അത് ശരിയായ അർത്ഥത്തിൽ വിജയിക്കുകയും ചെയ്തു. വലിയ മുന്നേറ്റം വയനാട് ടൂറിസം മേഖലയിലുണ്ടായി. സഞ്ചാരികളുടെ എണ്ണത്തിൽ സർവ്വകാല റെക്കോർഡിൽ വയനാട് എത്തി. ഈ 2 വർഷത്തെ കേരള ടൂറിസത്തിൻ്റെ കുതിപ്പിൽ വയനാട് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ചൂരൽമല ദുരന്തം കുറേയേറെ സഞ്ചാരികളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സഞ്ചാരികളിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കരകയറി മുന്നോട്ട് പോകണം. വയനാട് ടൂറിസത്തെയും കേരളത്തിലെ ടൂറിസത്തെയും ലോകത്തിനാകെ പടർത്താൻ ഒരു മാസ് ക്യാമ്പയിൻ ഈ സെപ്റ്റംബർ മാസം നമ്മൾ നടത്തുകയാണ്. എൻ്റെ കേരളം എന്നും സുന്ദരം, ഇതാണ് സ്ലോഗൻ. കേരളത്തിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലം എൻ്റെ കേരളം എന്നും സുന്ദരം എന്ന ഹാഷ്ടാഗിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാം. ഈ ക്യാമ്പയിനുമായി നിങ്ങളെല്ലാവരും സഹകരിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു.